ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, വിവാഹസ്തു വിനോദായ പരമൈഹിക ജീവിതേ സുഖായേദം ഹിതം കിഞ്ചിത് കർമ്മേതി ച ന ചിന്തയേത്. വിവാഹമെന്നത് ഈ ലോക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും അതിനെ വെറും വിനോദത്തിനു വേണ്ടിയും സുഖത്തിനു വേണ്ടിയും മാത്രമായിട്ടുള്ള ഒരു കർമ്മമായി കാണരുത് എന്നാണ് ഗുരുവിൻ്റെ അഭിമതം. എന്നാൽ ഈ കാലഘട്ടത്തിലെ യുവതീ യുവാക്കളുടെ വിവാഹ സങ്കല്പം തികച്ചും മാറിപ്പോയിരിക്കുന്നു. അവർക്ക് അത് വെറും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഉപാധിയായി വിവാഹത്തെ കാണുന്നു. ചിലർക്ക് വിവാഹമെന്നത് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നായി ഒതുങ്ങുന്നു. ചിലർക്ക് ലിവിങ് ടുഗദർ ആണ് വിവാഹം. ചിലർക്ക് വിവാഹമാകാമെങ്കിലും കുട്ടികൾ, കുടുംബം എന്ന് പറയുമ്പോൾ ചതുർത്ഥി കാണുന്നത് പോലെയാണ്. അവർക്ക് താനും തൻ്റെ പങ്കാളിയുമായി കുട്ടികളും മറ്റ് പ്രാരാബ്ധങ്ങളും ഒന്നുമില്ലാതെ ഫ്രീ ബേഡായി പറന്നു നടക്കാനാണ് ആഗ്രഹം. കുട്ടികളുടെ കാര്യത്തെപ്പറ്റി സംസാരിച്ചാൽ 5-6 വർഷം നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് പിന്നെ ആലോചിക്കാം എന്ന് പറയുന്നവരുമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ സംസ്കാരത്തെ അപേക്ഷിച്ച് ഭാരത സംസ്കൃതിയിൽ വിവാഹത്തെയും കുടുംബത്തെയും പരിപാവനമായാണ് കാണുന്നതെങ്കിലും അവരുടെ പിൻതലമുറക്കാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോർക്കണം. ഒരു വംശത്തിൻ്റെ നിലനിൽപ്പ് സ്ത്രീജനങ്ങളുടെ കയ്യിലാണ് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു 20 വർഷം മുമ്പ് നമ്മൾ കുട്ടികളും കുടുംബവുമില്ലാതെ ഫ്രീ ബേഡായി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളായ ഇവർ ഈ തരത്തിൽ ചിന്തിക്കാൻ ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ഗുരുവെന്ന ഡോക്ടർ ഗുരുധർമ്മത്തിലൂടെ ഒരു മനുഷ്യായുസ് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു മരിക്കണം എന്ന് പറഞ്ഞു തരുന്നു. അതിൽ പ്രധാനമായി വിവാഹത്തെയും കുടുംബത്തെപ്പറ്റിയും സ്ത്രീകളുടെ പ്രസവം, തുടർന്നുള്ള കാര്യങ്ങൾ, കുട്ടികളെപ്പറ്റിയും ഒക്കെ പറയുന്നു. ഇപ്പോഴത്തെ യുവതീ യുവാക്കളുടെ കുടുംബം, കുട്ടികൾ ഇതൊന്നും വേണ്ട എന്നുള്ള തീരുമാനം ഒരു വംശത്തിൻ്റെ നാശത്തിന് ഇടവരുത്തും. ഇതിൽ ആപത്കരമായി പോകുന്നത് ഹിന്ദു സമൂഹത്തിലെ സ്ത്രീജനങ്ങളുടെ പ്രവൃത്തിയാണ്. അവർ ഇത്തരം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ ഇവിടെ ഒരു വംശം തന്നെ തുടച്ചു നീക്കപ്പെടും. സ്ത്രീയെ ശക്തി എന്ന് വിളിക്കുന്നത് ചുമ്മാതല്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ യുവതീ യുവാക്കളുടെ ജീവിതം സങ്കല്പം അപ്പാടെ മാറേണ്ടതുണ്ട്. DJ പാർട്ടിയും ഷാമ്പയിനും അടിച്ചുപൊളിയും മാത്രമല്ല, കുടുംബത്തിനും കുട്ടികൾക്കും ഗണ്യമായ പ്രാധാന്യമുണ്ടെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഗുരുധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം നയിച്ച് നിങ്ങളുടെ കുട്ടികൾക്കും മാതൃകയാകും. ഗുരുദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.